പത്തനംതിട്ട പട്ടണത്തിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് മലയാലപ്പുഴ ദേവീക്ഷേത്രം. കേരളത്തിൽ അറിയപ്പെടുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ആദിപരാശക്തിയായ മലയാലപ്പുഴ അമ്മയാണ് മുഖ്യപ്രതിഷ്ഠ. കൊല്ലൂർ മൂകാംബിക ചൈതന്യം തന്നെയാണ് മലയാലപ്പുഴ ഭഗവതി എന്ന ഐതിഹ്യം. 1000-ലധികം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണിത്. കടും ശർക്കര യോഗം കൊണ്ടാണ് പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത്. ദ്രാവിഡ ക്ഷേത്രങ്ങളിലെ പ്രത്യേകതയായ പൊങ്കാല ഉത്സവവും ഇവിടെയും പ്രധാനമാണ്. ഉത്തര തിരുവിതാംകൂറിലുള്ള 2 നമ്പൂതിരിമാർ സാക്ഷാൽ ആദിപരാശക്തിയായ ജഗദീശ്വരിയുടെ മൂലസ്ഥാനമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോയി ഭജനമിരുന്നു. അവരുടെ സന്തത സഹചാരിയായിരുന്നു ഒരു ഭഗവതി വിഗ്രഹം. ദീർഘകാലത്തെ ഭജനയ്ക്ക് ശേഷം നിങ്ങളുടെ കൈവശമുള്ള ദേവീരൂപത്തിൽ എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും എന്ന് അവർക്ക് മൂകാംബികയുടെ അരുളപ്പാടുണ്ടായി. അവർ ക്ഷേത്രദർശനവും തീർത്ഥാടനവുമായി നാട് ചുറ്റി. പ്രായാധിക്യം കാരണം യാത്ര പറ്റാതെ വന്നപ്പോൾ പരാശക്തി അവർക്ക് സ്വപ്നത്തിൽ ദർശനം നൽകി. പ്രതിഷ്ഠയ്ക്കു പറ്റിയ സ്ഥലം മലയാലപ്പുഴയാണെന്ന് ഉപദേശിച്ചത്രേ. തുടർന്ന് അവർ മലയാലപ്പുഴയിൽ എത്തി പ്രതിഷ്ഠ നടത്തി. എന്നാൽ മലയാലപ്പുഴയിൽ എത്തിച്ചേർന്ന സമയം രാത്രി ആയതിനാൽ ഭഗവതി കാളീഭാവത്തിലേക്ക് മാറിയിരുന്നു. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഭഗവതിയുടെ പ്രതിഷ്ഠ നടന്നത് എന്നാണ് ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യപ്രകാരം ശ്രീ ഭദ്രകാളി കൊടുമൺ ഇടതിട്ടയിൽ നിന്നും തൻ്റെ ഒരു ഉപാസകനൊപ്പം മലയാലപ്പുഴയിൽ പോവുകയും ഉപാസകന്റെ താന്ത്രിക കർമ്മങ്ങളുടെ പരിസമാപ്തിയിൽ മലയാലപ്പുഴയിൽ കുടിയിരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഇന്നും ഇടതിട്ടയിൽ മലയാലപ്പുഴ ഭഗവതിയുടെ തിരുമൂലസ്ഥാനവും ക്ഷേത്രവും കാണാം. പത്തനംതിട്ട ജില്ലയിലെ വലഞ്ചുഴിയമ്മ, താഴൂരമ്മ, കടമനിട്ടക്കാവിലമ്മ എന്നീ ഭഗവതിമാരുടെ ശ്രേഷ്ഠ സഹോദരി സങ്കല്പത്തിൽ വിശ്വാസികൾ മലയാലപ്പുഴ ഭഗവതിയെ ആരാധിക്കാറുണ്ട്.